പ്രണയത്തിന്റെ നാൾവഴികളിൽ പുത്തൻ ശീലുകളും മുഞ്ചുള്ള ഭാഷയും കൂട്ടിച്ചേർത്ത് മഹാകവി മോയിൻകുട്ടി വൈദ്യർ കലാകേരളത്തിന് സമർപ്പിച്ച പ്രണയകാവ്യമാണ് ബദ്രുൽ മുനീർ ഹുസ്നുൽ ജമാൽ. കാലഭേദമില്ലാതെ ദേശമോ മതമോ നോക്കാതെ ഈ പ്രണയകാവ്യം സ്നേഹത്തിന്റെ തെളിനീർ തേടിയവർ നെഞ്ചിലേറ്റി. കോഴിക്കോട്ടെ കേളി കേരളയുടെ ബാനറിൽ ഈ പ്രണയകാവ്യം വേദിയിൽ ദൃശ്യവൽക്കരിക്കപ്പെടുകയാണ്. നാടകരചനയ്ക്കും സംവിധാനത്തിനും ഒന്നിലധികം ദേശീയ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഇബ്രാഹിം വെങ്ങരയാണ് നാടകാവിഷ്കാരം നിർവഹിക്കുന്നത്. 1872 മഹാകവി മോയിൻകുട്ടി വൈദ്യർ എഴുതിയ മഹാകാവ്യത്തിൻ്റെ രംഗാവിഷ്കാരമാണ് ഈ എസ് കെ പൊറ്റക്കാട് ഓഡിറ്റോറിയം നടന്നു വരുന്നത്. ഈ നാടകത്തിൻ്റെ പ്രഥമ അരങ്ങേറ്റം മെയ് 24-ാം തീയതി ടാഗോർ സെൻട്രൽ ഹാളിൽ 6 മണിക്ക് നടത്തപ്പെടും. ഇതൊരു ചരിത്ര സംഭവമായിരിക്കുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. കാരണം 130 വർഷങ്ങളായിട്ടും ഇന്നേ വരെ ആരും ചെയ്യാൻ ധൈര്യം കാണിക്കാത്ത ഈ മോയിൻകുട്ടി വൈദ്യരുടെ ബദ്രുൽ മുനീർ ഹുസ്നുൽ ജമാൽ എന്ന രംഗാവിഷ്കാരം കാണാനുള്ള കൗതുകത്തോടുകൂടി കേരളത്തിലെ പൊതുവെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. ഈ അന്നത്തെ ദിവസം ആൾക്കാരെ നിയന്ത്രിക്കാൻ കഴിയുമോ എന്ന് തന്നെ സംശയമാണ്. കാര്യം ടാഗോർ സെൻട്രൽ ഹാളിൽ 1000 ചില്ലാനം സീറ്റ് മാത്രമേ ഉള്ളൂ. ആ ഒരു ഭയത്തിലാണ് ഞങ്ങൾ ഈ റിഹേഴ്സൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അത് മെയ് 24-ാം തീയതി 6 മണിക്ക് ടാഗോർ സെൻട്രൽ ഹാളിൽ അരങ്ങേറ്റം നടത്തും. 2007 ജൂണിൽ കോഴിക്കോട് അസ്മ ടവറിൽ MT വാസുദേവൻ നായർ, ഡോക്ടർ MK മുനീർ, TK ഹംസ MP, പുരുഷൻ കടലുണ്ടി, UA ഖാദർ, CP കുഞ്ഞുമുഹമ്മദ് തുടങ്ങിയവരുടെ സാന്നിധ്യത്തിൽ തുടങ്ങിയ സംരംഭം സാക്ഷാത്കാരത്തിലെത്തുന്നത് 1 വർഷമാകാൻ പോകുന്ന വേളയിലാണ്. 60-ലധികം കലാകാരന്മാരും 8 നൃത്തരംഗങ്ങളും വൈദ്യരുടെ ഒട്ടേറെ ഇശലുകളും ചെലവേറിയ സെറ്റിംഗ്സുകളും നാടകാവതരണത്തിനു വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. വേദിയിലെത്തുന്ന കലാകാരന്മാരിൽ ഭൂരിഭാഗവും അമേച്വർ രംഗത്തു നിന്നുള്ളവരാണ്. 2007 മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് നേടിയ സന്തോഷ് കീഴാട്ടൂർ ബദ്രുൽ മുനീറിനെ അവതരിപ്പിക്കുമ്പോൾ അമൃത ചാനൽ നടത്തിയ അഭിനയ മത്സരത്തിൽ 1ാം സ്ഥാനക്കാരിയായ ദീപിക രാധാകൃഷ്ണനാണ് ഹുസ്നുൽ ജമാലായി വേദിയിലെത്തുന്നത്. 24 വർഷത്തിനു ശേഷം മാമുക്കോയെയും മമ്മൂട്ടിയുടെ സഹോദരൻ ഇബ്രാഹിം കുട്ടിയും ബദ്രുൽ മുനീറിൽ അഭിനയിക്കുന്നുണ്ട്. ഇവരോടൊപ്പം കോഴിക്കോട്ടെ പ്രമുഖ പ്രൊഫഷണൽ നടീനടന്മാരും മികച്ച വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. TP ചെറൂപ്പ, നവാസ് പൂനൂർ, KPU അലി, VM കുട്ടി തുടങ്ങിയവരാണ് കേളി കേരളയുടെ സാരഥികൾ. നാടകകലയുടെ ആത്മാവ് ചോരാതെ ബദ്രുൽ മുനീറിനെ അണിയിച്ചൊരുക്കുന്നതിൽ ഏറെ അധ്വാനിച്ച നാടക പ്രവർത്തകൻ A രത്നാകരൻ പറയുന്നു. ഒന്നാമത് ഒരു കാവ്യം 40 പേരുള്ള ബഹുത്തായ സ്റ്റേജിൻ്റെ ഡയമെൻഷൻ മാറിയിട്ടുണ്ട്. ടാഗോർ സെൻട്രൽ ഹാൾ മുഴുവനായിട്ട് ഉപയോഗപ്പെടുത്തുന്ന ഹാള്, പിന്നെ അതിനുള്ള സെറ്റുകളും ഡിസൈനുകളൊക്കെ മാറുന്നുണ്ട്. പഴയ രീതിയിലുള്ള 2-3 സൈഡിലായിട്ട് നാടകങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഒരു ഭാഗത്തൊരു കാര്യം നടക്കുകയും അത് കഴിഞ്ഞാൽ ഉടനെ മറുഭാഗത്ത് മറ്റൊരു കാര്യം നടക്കുകയും അങ്ങനെ കഥ അങ്ങനെ വികസിപ്പിച്ച് പോകുന്നതാണ്. എന്നാൽ മൊത്തത്തിൽ സ്റ്റേജ് മുഴുവൻ ഉപയോഗപ്പെടുത്തുന്ന പല സന്ദർഭങ്ങളുമുണ്ട്. ഇതിൻ്റെ ഒരു വലിയ ഗുണം അതായിട്ടാണ് തോന്നുന്നത്. പിന്നെ ഇതിൽ കൂടുതൽ അഭിനയിക്കുന്ന നല്ല പെർഫോമൻസാണ് ചെയ്യുന്നത്. നല്ല രീതിയിലുള്ള അഭിനയം കാഴ്ചവെക്കുന്നുണ്ട്. നല്ല രീതിയിലുള്ള സഹകരണം കാഴ്ചവെക്കുന്നുണ്ട്. ചെറിയ കുട്ടികൾ പോലും വളരെ ചെറിയ കുട്ടികളൊക്കെ ഉണ്ട്. അപ്പം രണ്ട് ചെറിയ കുട്ടികളെ പോലും അവർ പോലും ഇതിനകത്ത് ഭയങ്കര ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. അതിനാണ് ഈ നാടകത്തിൻ്റെ വിജയം എന്ന് പറഞ്ഞാൽ കൂട്ടായ്മയുടെ വിജയമാണ്. എല്ലാവരും ഒരാളും അല്ലാതെ എല്ലാവരും ഇതിനകത്ത് വളരെ ആത്മാർത്ഥമായി സഹകരിക്കുന്നുണ്ട്. ഈ സഹകരണം തന്നെയായിരിക്കും ഇതിൻ്റെ വിജയത്തിന്, അല്ലാണ്ട് വ്യക്തികളുടെ വിജയമല്ല എന്നുള്ള ഉറപ്പാണ്. പരസ്പരം കലഹിച്ചും കൈയടിച്ചും കോഴിക്കോട്ടെ നാടക സംസ്കാരത്തെ പോഷിപ്പിച്ച നാടക കലാകാരന്മാർക്ക് അഭിമാനിക്കാവുന്ന വിജയമാണ് ബദ്രുൽ മുനീർ സമ്മാനിച്ചത്. ചരിത്രത്തിന്റെ താളുകളിൽ നിന്നും മികച്ച കഥകൾ കണ്ടെത്തി അവയെ മികച്ച രീതിയിൽ രംഗഭാഷയൊരുക്കി രംഗത്ത് അവതരിപ്പിച്ചതിൽ പ്രമുഖ നാടകകൃത്ത് ഇബ്രാഹിം വെങ്ങരയ്ക്കും കൂട്ടുകാർക്കും അഭിമാനിക്കാം. അതോടൊപ്പം ചരിത്ര താളുകളിൽ നിന്നും ഇനിയും ഒട്ടേറെ നാടകരചനകൾ ഉണ്ടാവണം.